ഹായ് എല്ലാവർക്കും സൈറയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാലാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ നാലാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് എന്തുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നാലാമത്തെ ടെസ്റ്റ് പേപ്പറിൽ ഇട്ടിരുന്നത്? ഡെസിമൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇട്ടിരുന്നത് അല്ലെ? അപ്പൊ അത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഡെസിമൽ നമ്പേഴ്സിന്റെ ചോദ്യങ്ങളൊന്നും അതുപോലെ നമ്മുടെ എക്സാമിന് വരില്ല എന്നറിയാം. പക്ഷെ ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നെറ്റിന്റെ അല്ല ഏത് എക്സാം ആയാലും അതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്കത് ആദ്യം ബേസ് മുതൽ ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും ബേസ് മുതൽ നമ്മൾ എടുത്തു പോകുന്നത്. അപ്പൊ നാലാമത്തെ ടെസ്റ്റ് പേപ്പർ ഡെസിമൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഒപ്പം തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ അതുപോലെ തന്നെ ചില മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? യെസ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ? ഇൻ എ സർട്ടൻ കോഡ് PAN is written as 31 and PAR as 35 and PAT is written in the same code as എന്നാണ് ചോദ്യം അല്ലെ? അപ്പോ പാനിനെ 31 എന്നും PAR-നെ 35 എന്നും അങ്ങനെയാണെങ്കിൽ പാറ്റിനെ എന്തായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ? യെസ്, നമ്മളത് എങ്ങനെ ചെയ്യാം? എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ എ മുതൽ സെറ്റ് വരെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അത് അതിന്റെ പൊസിഷൻ എത്രാമത്തതാണ് എന്ന് നമുക്കൊന്ന് വേണം. എ ഒന്നാമത്തത്, ബി രണ്ടാമത്തത്, സി മൂന്നാമത്തത്, ടി നാലാമത്തത്, അങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെ? അപ്പൊ ഇതില് പാൻ എന്ന് പറയുന്ന സംഭവമാകുമ്പോൾ PAN എന്ന് പറയുന്ന സാധനം ആകുമ്പോൾ അതിലെ ഓരോ ലെറ്ററും എത്രാമത് നിൽക്കുന്നതാണെന്ന് നോക്കി നോക്കി. പി എത്രാമത് നിൽക്കുന്നതാ? പി ഇവിടെ അവിടെ എവിടെ MNOP 16ാമത് നിൽക്കുന്നതാണ് അല്ലെ? 16 പ്ലസ് എ എത്രാമത് നിൽക്കുന്ന? ഒന്നാമത് നിൽക്കുന്ന അല്ലെ? N എത്രാമത് നിൽക്കുന്ന? N 14ാമത് നിൽക്കുന്ന. അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. 16 3 17, 17 പ്ലസ് 14 എത്ര കിട്ടാം? 31 എന്ന് കിട്ടും അല്ലെ? സോ നോക്കൂ, പാനിന് 31 എന്നല്ലേ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? അതിലെ ലെറ്റേഴ്സ് എത്രാമത് നിൽക്കുന്നു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എന്ന് നോക്കിയിട്ട് അതിനെ ആ കറസ്പോണ്ടിങ് നമ്പർ വെച്ച് ആഡ് ചെയ്താണ് ചെയ്തേക്കണം അല്ലെ? അപ്പൊ പാൻ എന്ന് പറയുന്ന സാധനം P 16ാമത്, A ഒന്നാമത്, N 14ാമത്, എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 31 എന്ന് കിട്ടും. അതേപോലെ PAR-ഉം അതന്നെയാണോ, കറക്റ്റ് തന്നെയാണോ നോക്കാം അല്ലെ? P ഓൾറെഡി 16ാമതാണ് നമുക്കറിയാം അല്ലെ? A ഒന്നാമതാണ് ആൻഡ് R എത്രാമതാണ് നിൽക്കുന്നത്? 18ാമതാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കൂ. 16ഉം 18ഉം ഒന്നും എത്ര കിട്ടാം? 35 എന്ന് കിട്ടും അല്ലെ? അങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തിന്റെയാ വേണ്ടേ? പാറ്റ് എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് വേണ്ടത് അല്ലെ? പി എത്രാമതാ നിൽക്കുന്നത്? 16ാമത് ആൻഡ് എ ഒന്നാമത് ആൻഡ് ടി എത്രാമതാ? 20ാമതാണ് അല്ലെ? അപ്പൊ 16 പ്ലസ് 1 പ്ലസ് 20 എത്രയായിരിക്കും ആൻസർ? 16ഉം 20ഉം 36, 36ഉം 1 37 ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 37 ആണ്. യെസ്, ഇപ്പൊ സിമ്പിൾ ആണ്, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെ എഴുതി വെച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതെല്ലാം PA തന്നെയാണ് തുടക്കത്തിലെ ലെറ്റേഴ്സ് അല്ലെ? N കഴിഞ്ഞ് OPQR 4 കഴിഞ്ഞിട്ടാണ് ഏത് വന്നേക്കണം? 6 വന്നേക്കണം അല്ലെ? അപ്പൊ 31 കഴിഞ്ഞ് 4 കൂട്ടിയപ്പോൾ 35. ഇനി 6 കഴിഞ്ഞ് എത്രാമതാണ് T വരുന്നത് നമ്മൾ നോക്കിയാൽ മതി. ST രണ്ടാമത് അല്ലെ? 6 കഴിഞ്ഞ് ST രണ്ടാമതാ വരുന്നത്. അപ്പൊ 35-നൊപ്പം 2 കൂട്ടിയാൽ 37 എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം എല്ലാം അവിടെ PA തുടക്കമായതുകൊണ്ട്. അപ്പൊ ലാസ്റ്റ് ലെറ്റർ മാത്രമല്ലേ മാറുന്നുള്ളൂ. PAN, PAR, PAT. നമ്മൾ ഈ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1.35. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1.35 പ്ലസ് 2.1 പ്ലസ് 0.59 ആണ് അല്ലെ? അപ്പോ ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റിന് താഴെ പോയിന്റ് വരണം. ഓക്കെ, അപ്പൊ 1.35 നമ്മൾ ആദ്യം എഴുതി. അടുത്ത് 2.1 എഴുതും. ഇതാ ഇങ്ങനെ 2.1 എഴുതി. ദെൻ 0.59 എന്നുള്ളത് പോയിന്റ് താഴെ പോയിന്റ് വരും. 0.59 എന്ന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാം. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റ് സംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ പോയിന്റിന് താഴെ തന്നെ പോയിന്റ് ഇട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ 1.35 പ്ലസ് 2.1 പ്ലസ് 0.59 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ ഇല്ലാത്ത സ്ഥാനത്ത് വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര വരാം? 9 5 14 അല്ലെ? ബാക്കി 1 ശിഷ്ടം വരും. 3 1 4, 4 1 5, 5 5 10ന് 0 ഇട്ടു അല്ലെ? ബാക്കി 1 ശിഷ്ടം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 1 1 2 2 2 4 4 എന്നിവിടെ എഴുതിയതിനു ശേഷം ആ പോയിന്റ് താഴെ തന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ദ ആൻസർ ഈസ് 4.04. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. പോയിന്റ് സംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ പോയിന്റിന് താഴെ പോയിന്റ് ഇട്ട് എഴുതണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ദിവസം നോക്കിയാലോ.
കുറയ്ക്കലാണ് അല്ലെ 12.85 എന്ന് നമ്മൾ എത്ര കുറയ്ക്കണം 5.7 കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതി നമ്മൾ പഠിച്ചൂടെ എങ്ങനെ കുറയ്ക്കണം 12.85 ആദ്യം എഴുതി മൈനസ് എന്ന് എഴുതി 5.7 എന്ന് പറയുമ്പോൾ പോയിന്റ് താഴെ പോയിന്റ് വരണം 5.7 അല്ലെ. ഇനി ഇല്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ 0 ഇട്ട് കൊടുത്തോളൂ. അപ്പൊ എത്ര വരാം 5 0 പോയാ 5 8 7 പോയാ 1 അല്ലെ പോയിന്റ് താഴെ പോയിന്റ് 2 5 പോവോ ഇല്ല അല്ലെ. അപ്പൊ 12 5 കുറയ്ക്കാം 12 5 കുറച്ച് എത്ര വരാം 7. സോ ദ ആൻസർ ഈസ് 7.1. സിമ്പിൾ അല്ലേ. അപ്പൊ പോയിന്റ് താഴെ പോയിന്റ് വരണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി നമ്മൾ സാധാരണ കുറയ്ക്കുന്ന പോലെയോ കൂട്ടുന്ന പോലെയോ ചെയ്താൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ക്ലിയർ ആവും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വീണ്ടും കുറയ്ക്കൽ തന്നെയാണ് അല്ലെ 15.5. അപ്പൊ എന്തിനാ വീണ്ടും രണ്ട് പോയിന്റുകൾ രണ്ട് കുറയ്ക്കലുകൾ തന്നിരിക്കണമെന്ന് സംശയം വേണം. നമുക്ക് നോക്കി നോക്കാം. 15.5 മൈനസ് 12.69 എന്നാ പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ പോയിന്റ് താഴെ പോയിന്റ് വരുന്ന ലെവലിൽ നമ്മൾ അതിനെ എഴുതി എന്നിട്ട് നമ്മൾ ഇതിനെ കുറയ്ക്കാൻ പോവാം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇല്ലാത്ത സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. മറ്റേത് കുറെ പേര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 0 ഇടാതെ ഡയറക്റ്റ് 9 ഇറക്കി താഴെ എഴുതും. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ന്ന് 9 പോവോ എന്ന് നോക്കണം. 0 ന്ന് 9 പോവോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 5 കടം എടുത്തിട്ടാണ് ഇവിടെ 10 ആക്കിയിട്ടാണ് നമ്മൾ കുറയ്ക്കുക. പലരും ചെയ്യാനുള്ള കേസ് അവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ 9 താഴേക്ക് അതേപോലെ ഇറക്കി എഴുതാം എന്ന് വിചാരിച്ച് എഴുതും. മുകളിലാണ് 9 താഴെ ഒന്നുമില്ലെങ്കിൽ 9 മൈനസ് 0 9 നമുക്ക് താഴേക്ക് ഇറക്കി എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല താഴെയാണ് 9 എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അപ്പുറത്തൊന്ന് കടം എടുത്ത് ബാക്കി 10 9 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും 1 കിട്ടും. ഇനി 4 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കടം എടുക്കും. സോ ഇവിടെ 4 ആയി ഇവിടെ 14 ആയി അല്ലെ. 14 6 പോകുമ്പോൾ 8 എന്ന് വരും. ദെൻ പോയിന്റ് താഴെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കും. 4 ന്ന് 2 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടി 1 1 പോയപ്പോൾ 0 എന്ന് കിട്ടി അല്ലെ. സോ ദാറ്റ് ഈസ് 2.81 ആയിരിക്കും ആൻസർ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ മുകളിൽ 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ മറന്നുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഈ പറഞ്ഞ പോലെ ആ 9 അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാനുള്ള സാധ്യതകളുണ്ട്. 2.99 ഒക്കെ കിട്ടുന്ന ആൾക്കാർ ഉണ്ടാവും ഇതിനകത്ത്. അത് എങ്ങനെയാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ എഴുതിയിട്ടാണ്. ഓക്കെ. അപ്പൊ ആ 9 അതേപോലെ താഴേക്ക് ഇറക്കി എഴുതരുത് എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. 7.2 into 0.05 അല്ലെ. പോയിന്റ് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിന്റ് ഒഴിവാക്കാം. ഓക്കെ. ഇപ്പൊ 7.2 into 0.05 എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഈ പോയിന്റുകൾ ഒഴിവാക്കാം. അപ്പൊ 7.2 പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് വായിക്കാം 72 എന്ന് വായിക്കാം. ഇൻറ്റു 0.05 പോയിന്റ് ഒഴിവാക്കി നമുക്ക് എത്രയെന്ന് വായിക്കാം 5 എന്ന് വായിക്കാം അല്ലെ. 72നെ 5 കൊണ്ട് ഗുണിക്കാം. ഓക്കെ. 72 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടാം 72 into 5 എത്ര കിട്ടാം 70 into 5 350 2 into 5 കിട്ടും അല്ലെ. അങ്ങനെ 360 എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ കിട്ടി. 72 നമ്മൾ 70 രണ്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 70 into 5 7 5 35 ഒരു 0 350 2 into 5 10 അങ്ങനെ 350 10 കൂടെ കൂട്ടുമ്പോൾ 360 അല്ലെ. കുറേ സംഖ്യകൾ നമ്മളിങ്ങനെ എഴുതി ഗുണിക്കുന്ന മെത്തേഡ് നമ്മൾ ഒഴിവാക്കണം. മനക്കണക്കായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ 360 കിട്ടും. ആ 360 ഇവിടെ എടുത്ത് എഴുതാം. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര പോയിന്റുകൾ ഒഴിവാക്കിയിരുന്നു നോക്കിക്കുകയും ഇവിടെ 7.2നെ 72 എന്ന് വായിക്കണമെങ്കിൽ പോയിന്റ് ശേഷമുള്ള ഒരു സ്ഥാനത്ത് അല്ലെ പോയിന്റ് ശേഷമുള്ള ഒരു സ്ഥാനം നമ്മൾ ഒഴിവാക്കിയിട്ട് അതിനെ 72 എന്ന് എഴുതിയത് കൊണ്ടാണ് നമുക്കതിനെ 7.2ന് എത്രയെന്ന് വായിക്കാൻ പറ്റിയ 72 എന്ന് വായിക്കാൻ പറ്റി. പോയിന്റ് ശേഷമുള്ള ഒരു സ്ഥാനം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 1 ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എത്ര എണ്ണം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു 2 എണ്ണം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അതിനെ 5 എന്ന് വായിച്ചത്. അങ്ങനെ ടോട്ടൽ 1 + 2 3 സ്ഥാനം നമ്മൾ മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ 3 സ്ഥാനം തിരിച്ചിട്ട് കൊടുക്കാം. 3 സ്ഥാനം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി കുത്തുക. ദാറ്റ് ഈസ് 1 2 3 ദാറ്റ് ഈസ് ഇവിടെ പോയിന്റ് വരും. അപ്പൊ എത്ര വായിക്കാതെ പോയിന്റ് 360 എന്ന് വായിക്കും. ലാസ്റ്റ് എഴുതുന്ന സീറോയ്ക്ക് വലിയ വിലകളില്ല. പോയിന്റ് ശേഷം എഴുതുന്ന അവസാനം എഴുതുന്ന സീറോസിന് കേട്ടോ. ഇൻ ബിറ്റ്വീൻ വരുന്ന സീറോസിനൊക്കെ വിലയുണ്ട്. പക്ഷെ അവസാനം എഴുതുന്ന സീറോയ്ക്ക് വിലയില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും 0.36 ആയിരിക്കും. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് എനിക്ക് അറിയാം. എന്നാലും ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് ക്ലിയർ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കാരണം ഇത് ബേസ് ആണ്. ഈ ബേസ് ക്ലിയർ ആവാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഈ ബേസുകളൊക്കെ കിട്ടിയതിന് ശേഷമേ നമ്മൾ ഹയർ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ 5 4 7 2നെ നമ്മൾ 9 എന്ന് വായിച്ചേക്കണം. 6 3 4 2നെ 6 എന്ന് വായിച്ചേക്കണം അല്ലെ. പിന്നെ മറ്റൊരു സംഖ്യയെ നമ്മൾ അങ്ങനെ വായിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ 9 2 3 6നെ എത്ര വായിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കും? ഇവിടെ എന്താ ചെയ്യേണ്ടത് 5 4 7 2 എന്ന് പറയുന്ന സംഖ്യയെ 9 എന്ന് വായിക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ ജസ്റ്റ് അതിൽ അക്കങ്ങൾ നമ്മളൊന്ന് കൂട്ടി നോക്കൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 5 4 9 9 7 16 16 2 കൂട്ടുമ്പോൾ 18 എന്നാണ് കിട്ടുന്നത്. ഇനി 1 8 ഒന്ന് കൂട്ടി നോക്കിയേ 18 എന്ന് കിട്ടിയാൽ 1 8 എത്രയാ 9 അല്ലേ.
ഇത് തന്നെയാണോ അപ്പുറത്ത് വന്നേക്കണം നമുക്ക് നോക്കി നോക്കാം. 6 3 9, 9 4 13, 13 2 15. 15 എന്നതിലെ 1 5 തമ്മിൽ ഒന്ന് കൂട്ടി നോക്കി. 1 5 എത്ര കിട്ടാ? യെസ് 6 ആണ് അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് അല്ലെ? അപ്പൊ ഇനി മറ്റേ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 9 2 3 6 ഇതേപോലെ 9 2 11, 11 3 14, 14 6 20 എന്ന് കിട്ടും. അതിൽ 2ഉം 0ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് അല്ലെ? നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോജിക് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെയാണ് അല്ലെ? അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. അടുത്ത ചോദ്യം, ഇതിലെ ഏത് നമ്പറിനെയാണ് നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 എത്രയാണ്? ഡിവിസിബിൾ ബൈ 11 എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 11ന്റെ മൾട്ടിപ്പിൾ ആണോ ഒരു സംഖ്യ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. 75, 24, 112 എന്ന് പറയുന്ന സംഖ്യ 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടും. ഓക്കെ, അതായത് ഏതൊക്കെ തമ്മില്? 7ഉം 2ഉം, 7 പ്ലസ് 2 പ്ലസ് 1 അല്ലെ പ്ലസ് 2 ഇതെല്ലാം കൂടെ കൂട്ടാം. എത്ര കിട്ടാ? 7 2 9 1 10 2 12 എന്ന് കിട്ടും. ഇനി നമ്മൾ കൂട്ടാണ്ട് ബാക്കി വെച്ച സംഖ്യകളിലെ അവരെ തമ്മിൽ വീണ്ടും കൂട്ടാം. 5 4 9, 9 1 10. അങ്ങനെ കൂട്ടിയപ്പോൾ 10 എന്ന് കിട്ടി. നേരത്തെ കണ്ടുപിടിച്ച 12ൽ നിന്ന് ഈ 10 കുറയ്ക്കാം. ഓക്കെ, ഇപ്പൊ 12 10 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും അല്ലെ? അപ്പോ ഇവിടെ കിട്ടുന്ന ലാസ്റ്റ് ഇങ്ങനെ വരുന്ന ആൻസർ ഇല്ലേ, ഇങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഇല്ലേ, അപ്പൊ ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടും, എന്നിട്ട് ബാക്കി നമ്മൾ കൂട്ടാത്ത അക്കങ്ങൾ നമ്മൾ സെപ്പറേറ്റ് കൂട്ടാം, എന്നിട്ട് അങ്ങനെ കിട്ടുന്ന രണ്ട് ആൻസറുകളും തമ്മിൽ മൈനസ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ആൻസർ 0യോ 11ഓ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 22, 0യും 11ഉം ആണ് കൂടുതലും വരിക കേട്ടോ. 22ഓ 33ഓ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ -11 ഒക്കെ ആണെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബാക്കി എന്ത് അവിടെ കിട്ടിയാലും അതെന്തല്ല? 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 ആണല്ലോ കിട്ടിയേക്കണേ. 12 - 10 ചെയ്തപ്പോ 2 കിട്ടിയേക്കണേ. ഇത് ഒരിക്കലും 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല, 11ന്റെ ഡിവിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി നോക്കാം. 6 64 23 23 അതിലെങ്ങനെയാ ചെയ്യേണ്ടത്? 6 2 8, 8 2 10 അല്ലെ? അപ്പൊ 10 എന്ന് നമ്മൾ ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടിയൊക്കെ ഇട്ടു. അടുത്ത് 4 3 7, 7 3 10, 10 - 10 എത്രയാ? 0 ആണ്. സോ അവിടെ 0 കിട്ടിയത് കൊണ്ട് 11ന്റെ മൾട്ടിപ്പിൾ ആണ് ഓപ്ഷൻ ബി. അപ്പൊ ഇവിടെ നമ്മൾ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഒരു നമുക്ക് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 1 2 3, 3 7, 10 2 12 മൈനസ് 5 4 9, 9 9 18. 12 - 18 എത്രയാ? -6 ആണ്. അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കോ? അല്ല, 0 11 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആയിട്ടാണ് ആൻസർ കിട്ടുന്നെങ്കിൽ മാത്രമേ 11ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. ഇതൊരിക്കലും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് തമ്മിൽ കൂട്ടി നോക്കുമ്പോഴോ 2 3 5, 5 2 7. ഓക്കെ, അടുത്തത് ഏതൊക്കെയാ? 0 6 2. എത്ര കിട്ടും? 6 2 8 എന്ന് കിട്ടും. 7 - 8 -1 ആണ് കിട്ടുക. അപ്പൊ 0മോ 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആണ് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ മാത്രമേ അവിടെ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ? 11ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഒരു സംഖ്യ 11ന്റെ ഡിവിസിബിൾ ആണോ 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടും, ബാക്കി കൂട്ടാത്ത അക്കങ്ങൾ തമ്മിൽ കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യാ? അവരെ തമ്മിൽ മൈനസ് ചെയ്യും. 0യും 11ഉം 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. യെസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഒരു സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിലെ ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ നോക്കാം. ഓക്കെ, ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ, ആ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ ഉണ്ടല്ലോ, ഒരു സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഹോൾ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കൂ, 0 4 ആണ് ആദ്യത്തെ അവസാനത്തെ 2 അക്കം. 0 4 എന്ന് പറയുന്നത് 4 എന്ന് വായിക്കാം അല്ലെ? 4 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 1 4 4 അല്ലെ? ശരിയാണ്. അപ്പൊ ഈ നമ്പർ മൊത്തത്തിൽ, അതായത് ഈ 1 2 3 2 5 8 7 0 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 വെച്ച് കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ വേണ്ടി പറ്റും. 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ അടുത്ത് 44, 44 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ അല്ലെ? അപ്പൊ അതും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 0 2 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 2 എന്ന് പറയുന്ന സാധനം അല്ല അല്ലെ? കാരണം 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 1 4 4, 24 8, 4 8 12 16 അങ്ങനെ പോവാം. അപ്പൊ എന്തായാലും 0 2 4ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ? അല്ല. അപ്പൊ ഇവിടുത്തെ 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത സംഖ്യ ഇത് ഈ സാധനമാണ്. ഓക്കെ, 3 2 5 4 7 8 9 4 0 2 എന്ന് പറയുന്ന സംഖ്യയാണ്. അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ ആണോ?
36 അല്ലെ? 9 4 36 സോ 4ന്റെ മൾട്ടിപ്പിൾ. ഒരു സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ അവസാനത്തെ 2 അക്കങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ആ ഹോൾ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ 2ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ നോക്കാന്ന് എല്ലാവർക്കും അറിയാലോ. അവസാനത്തെ ഇരട്ട സംഖ്യ ആണെങ്കിൽ ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതേ കൺസെപ്റ്റ് പ്രകാരമാണ് 8ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നോക്കുക. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരക്കാണ് നമ്മൾ നോക്കിയത്. 4ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ 2 അക്കങ്ങളാണ് നമ്മൾ നോക്കിയത്. 8ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ 3 അക്കങ്ങൾ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ചോദ്യത്തിൽ 704 എന്ന് പറയുന്ന സാധനം 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഹോൾ നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവസാനത്തെ 3 അക്കങ്ങൾ നോക്കിയിട്ടാണ് 8ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനൊപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1.35 ഡിവൈഡഡ് ബൈ 5. 1.35നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നമ്മൾ സാധാരണ ഹരിക്കുന്ന പോലെ ഹരിക്കുക എന്ന് തന്നെയാണ്. പോയിന്റ് അവിടെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം അറിയാം 1ല് എന്ത് പോവില്ല? 5 പോവില്ല. അപ്പൊ 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ പോയിന്റ് അതേപോലെ കയറ്റി എഴുതി. എന്നിട്ട് നമ്മൾ 3ന് ഇറക്കി എഴുതും അല്ലെ? ഈ പോയിന്റിന് പകരം പോയിന്റ് ഇട്ടുകൊണ്ട് 1.3 നിങ്ങൾ വായിക്കണം. 13 എന്ന് നിങ്ങൾ വായിച്ചു. ഓക്കെ, 13ൽ 5 എത്ര പ്രാവശ്യം പോവാ? 13ൽ 5 2 പ്രാവശ്യം അല്ലെ? ഈ 2 അല്ലെ? 13 10 പോയപ്പോ ബാക്കി എത്ര ശിഷ്ടം? 3 ശിഷ്ടം. ആ 3ഉം ഈ 5ഉം കൂടെ ചേർത്ത് വായിക്കാം 35 അല്ലെ? 35ൽ എത്ര പ്രാവശ്യം 5 പോവാ? 7 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 0.27 ആയിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ 135നെ 5 കൊണ്ട് ഹരിച്ച് 2 പോയിന്റ് മാറ്റി കുത്തിട്ടാ മതി. അതായത് താഴെ ഡിവൈഡഡ് ബൈയുടെ മുകളിലായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ 1.35 എന്ന് പറയുമ്പോൾ അവിടെ പോയിന്റ് സംഖ്യ വരികയാണെങ്കിൽ താഴെ പോയിന്റ് ഇല്ലാത്ത ഒരു സംഖ്യ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജസ്റ്റ് നമ്മൾ സാധാരണ ഹരിക്കുന്ന പോലെ പോയിന്റ് ഒഴിവാക്കി ഹരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ പോയിന്റ് പകരം അവിടെ പോയിന്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ഹരിക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പോയിന്റ് ഒഴിവാക്കിയാണ് നിങ്ങൾ ഹരിക്കുന്നെങ്കിൽ 135ന് 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ 27 ആൻസർ കിട്ടും. ദെൻ നമ്മൾ ആലോചിക്കാം 1.35ൽ നമ്മൾ എത്ര പോയിന്റ് കളഞ്ഞിരുന്നു? എത്ര പോയിന്റ് കളഞ്ഞിരുന്നു? 2 പോയിന്റ് ശേഷമുള്ള 2 സ്ഥാനങ്ങൾ കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ? ആ 2 സ്ഥാനങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 0.27 എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് ഇങ്ങനെ ഡിവൈഡർ ബൈ താഴെ പോയിന്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, ഫൈൻ. അപ്പൊ 75 ഡിവൈഡഡ് ബൈ 0.03 എന്ന് പറയുമ്പോൾ താഴെ ഒരിക്കലും പോയിന്റ് സംഖ്യ വരാൻ പാടില്ല എന്നാദ്യം മനസ്സിലാക്കി വെക്കാം. താഴെ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? പോയിന്റ് സംഖ്യ വരാൻ പാടില്ല. അപ്പൊ ഈ പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് കളയണമെങ്കിൽ, പോയിന്റ് സംഖ്യ കളയണമെങ്കിൽ ഞാൻ ഇതിന് 3 എന്ന് വായിക്കണം അല്ലെ? അപ്പൊ എത്ര സ്ഥാനം ഷിഫ്റ്റ് ചെയ്യണം? 2 സ്ഥാനം റൈറ്റിലേക്ക് മാറ്റണം അല്ലെ? ഞാൻ താഴെ എത്ര സ്ഥാനം മാറ്റുന്നു? ആ ഡിവൈഡർ ബൈക്ക് ശേഷമുള്ള സംഖ്യയിൽ എത്ര സ്ഥാനം മാറ്റുന്നു? ഇത്രയും സ്ഥാനം ഞാൻ മുകളിലും മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങോട്ട്? റൈറ്റിലേക്ക് തന്നെ മാറണം, ലെഫ്റ്റിലേക്കല്ല റൈറ്റിലേക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ റൈറ്റിലേക്ക് മാറ്റാൻ ഇവിടെ പോയിന്റ് എന്ന് പറയുമ്പോൾ പോയിന്റിന് ശേഷം സംഖ്യകളൊന്നും ഇല്ല അല്ലെ? 75 എന്ന് പറയുമ്പോൾ 75ന് ശേഷം 5ന് ശേഷം ആയിരിക്കുമല്ലോ പോയിന്റ് വരിക. അപ്പൊ അവിടെ സംഖ്യകളൊന്നുമില്ല. അവിടെ സംഖ്യകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അവിടെ എത്രയാണോ നിങ്ങൾ താഴെ മാറ്റുന്നത് അത്രയും 0 ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 0.03ൽ നമ്മൾ എത്ര സ്ഥാനമായിരുന്നു മാറ്റുന്നത്? 2 സ്ഥാനമായിരുന്നു മാറ്റുന്നത് അല്ലെ? അപ്പൊ അവിടെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 7500/3. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണോ അതായിരിക്കും 75 ഡിവൈഡഡ് ബൈ 0.03യുടെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും 7500/3 എത്രയാണ്? 2500 ആണ്. അപ്പൊ 75/0.03യുടെ ആൻസർ ഒക്കെ ഒരു പോയിന്റ് സംഖ്യ വെച്ച് ഹരിക്കുമ്പോഴേക്ക് ഇത്രയും വലിയ ആൻസർ വരുമോ? വരും. ഓക്കെ, ഡോണ്ട് വറി, അങ്ങനെ ഒരു ആൻസർ വരും. സോ ഇവിടെ 75 ഡിവൈഡഡ് ബൈ 0.03 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം മാറ്റണമായിരുന്നു? 2 സ്ഥാനം നമ്മൾ മാറ്റണമായിരുന്നു. അതേ 2 സ്ഥാനങ്ങൾ നമ്മൾ മുകളിലും മാറ്റണം. സോ അതായത് താഴെ പോയിന്റ് വരാൻ പാടില്ല. അപ്പൊ താഴെ പോയിന്റ് വരാതിരിക്കണമെങ്കിൽ ഞാൻ 2 സ്ഥാനം ഷിഫ്റ്റ് ചെയ്യണം. സോ മുകളിലും 2 സ്ഥാനം ഷിഫ്റ്റ് ചെയ്യണം. അവിടെ പോയിന്റ് സംഖ്യ അല്ലാത്തത് കൊണ്ട് ഞാൻ എന്തിട്ട് കൊടുത്തു? 2 പൂജ്യങ്ങൾ അവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ 7500 ഡിവൈഡഡ് ബൈ 3. ശരിക്കും അവിടെ പോയിന്റ് 2 മാറ്റം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. 75.00 എന്ന് പറഞ്ഞാൽ 75 അല്ലേ? അപ്പൊ 2 സ്ഥാനം മാറ്റുമ്പോൾ അത് 7500 എന്ന് വായിക്കും. 7500 ഡിവൈഡഡ് ബൈ 3. സോ ദ ആൻസർ ഈസ് 2500. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2500. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ഏതാണ് മൾട്ടിപ്പിൾ ഓഫ് 9 എന്നുള്ളതാണ് ചോദ്യം അല്ലെ? 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സംഖ്യയിൽ 9 പോവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കും. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയിൽ 9 പോവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കി നോക്കാം. 2 5 7, 7 3 10, 6 16, 16 9 25, 4 29. 29 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലെ? 9 9 20 18 3 27 4 30 അടക്കെയാണ് വരിക. സോ ഇത് എന്തായാലും 29
അങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് ആ മൊത്തം സംഖ്യയും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. അടുത്ത നമുക്ക് നോക്കിയേക്കാം. 3 2 5 5 5 10 16 18 19 26 27. 27 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലേ? അതെ, 9 3 27 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 32 56 21 71 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ 9 വെച്ച് ഹരിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അടുത്തൊന്ന് കൂട്ടി നോക്കൂ. എന്തായാലും നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്കൊന്ന് കൂട്ടി നോക്കാം. 9 8 17 17 9 26 26 8 34 34 1 35 2 37 അല്ലെ? 37 9ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പൊ ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തതോ 2 0 2 4 അല്ലെ? 4 4 8 8 5 13 2 15 15ഉം 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് സോറി 9ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് അത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ 9ന്റെ ഡിവിസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, അത് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് 3ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഇതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ സംഖ്യയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. ഇത്രയും അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കും. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ 32 56 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയ 9 ഒഴിച്ച് വേറൊരു സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9ന്റെ അല്ല, വേറെ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആൻസറിൽ കമന്റ് ചെയ്യോ? ഒന്ന് കണ്ടുപിടിച്ചിട്ട്. ഇത്രയോട് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അത് എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഖ്യ ഇതിനകത്തുണ്ട്, ഈ ഓപ്ഷൻസിൽ ഉണ്ട്. അത് ഒന്ന് ബി ഓൾറെഡി ഉണ്ട്, ബി അല്ലാതെ വേറെ ഏതോ ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട്. അത് ഏതാന്നുള്ളതൊന്ന് ആൻസറിൽ കമന്റ് ചെയ്യണം. യെസ്, കമന്റിൽ ഒന്ന് ചെയ്യണം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 0.0196 ഡിവൈഡഡ് ബൈ 0.04 എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ സ്ക്വയർ റൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ക്വയർ റൂട്ടും സെപ്പറേറ്റ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഏത് കണ്ടുപിടിക്കണം? സ്ക്വയർ റൂട്ട് ഓഫ് 0.0196 കാണണം ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 0.04 കാണണം. നിങ്ങൾ ചെയ്യേണ്ട കേസ്, നിങ്ങൾ ആദ്യം ആ പോയിന്റ് ഒക്കെ ഒഴിവാക്കിയേക്ക്. 196ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 14 ആണ് അല്ലെ? 14ന്റെ സ്ക്വയർ അല്ലേ 196? 14ന്റെ 14ആണ് 196ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, നമ്മളത് എഴുതി വെച്ചു. അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ട് നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട് അല്ലെ? നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇതൊന്ന് നമ്മൾ പറഞ്ഞു പോയതാണ്. എന്നാലും ജസ്റ്റ് ഞാൻ പോയിന്റ് സംഖ്യ വന്നപ്പോൾ ഞാൻ അത് ഒന്നും കൂടി ഇട്ടു എന്നുള്ളൂ. പോയിന്റിന് ശേഷം 4 സ്ഥാനം ഉണ്ടാവുമ്പോൾ സ്ക്വയർ റൂട്ട് ആവുമ്പോൾ ആൻസറിൽ എത്ര സ്ഥാനം മതി? 2 സ്ഥാനം മതി അല്ലെ? സ്ക്വയർ റൂട്ട് ആവുമ്പോൾ നേരെ പകുതി കാണാം. ദാറ്റ് ഈസ് ആൻസറിൽ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? 14 ഇവിടേക്ക് പോയിന്റ് ഇടുമ്പോഴല്ലേ നമുക്ക് പോയിന്റിന് ശേഷം 2 സ്ഥാനം വരിക. 0.14 എന്നായിരിക്കും അവിടെ കിട്ടുക. ഡിവൈഡഡ് ബൈ ഇതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 4 കാണാം. പോയിന്റ് ഒഴിവാക്കിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 4 കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്കറിയാം 2 ആണ് അല്ലെ? ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനമാണുള്ളതെങ്കിൽ ആൻസറിൽ സ്ക്വയർ റൂട്ട് മീൻസ് ക്വസ്റ്റ്യനിൽ 2 സ്ഥാനമാണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ ആൻസറിൽ എത്രയായിരിക്കും വരിക? 1 സ്ഥാനം മതി അല്ലെ? അപ്പൊ എത്ര വരാം? 0.2 എന്ന് വരും. ഇനി നമുക്കറിയാം എങ്ങനെയാ നമ്മൾ ഇത് ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ, താഴെ പോയിന്റ് വരികയാണെങ്കിൽ ആ പോയിന്റ് വരാൻ പാടില്ല അല്ലെ? അപ്പൊ എത്ര സ്ഥാനം ഞാൻ താഴെ ഷിഫ്റ്റ് ചെയ്യുന്നു അത്രയും സ്ഥാനം ഞാൻ മുകളിലും ഷിഫ്റ്റ് ചെയ്യണം. താഴെ ഞാൻ 1 സ്ഥാനമാണ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലും അതേപോലെ 1 സ്ഥാനം ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആ 1.4 ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും നമുക്ക് കിട്ടാം. സോ 1.4 ബൈ 2 എത്രയായിരിക്കും? 1ല് 2 പോവില്ല, സോ 0 ഇട്ടു, പോയിന്റ് ഇട്ടു, അടുത്ത 4 കൂടെ ഇടയ്ക്ക് എഴുതുമ്പോൾ 14 എന്ന് വായിക്കും അല്ലെ? 14ൽ 2 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 0.7. ക്ലിയർ അല്ലേ? യെസ്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് പോകുന്നത് കേട്ടോ. അപ്പൊ ഡൗട്ട് ഉള്ളവർ ഒന്നും കൂടെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വീഡിയോ ഓടിച്ച് കാണും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 0.58 മൈനസ് 0.0058 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ 0.58 എന്ന് എഴുതി, അടുത്ത പോയിന്റ് താഴെ പോയിന്റ് വരണം ആൻഡ് 0.0058 എന്ന് എഴുതി അല്ലെ? എന്നിട്ട് നമ്മൾ ഇല്ലാത്ത സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇവിടെ 5 വിട്ട് ഇറക്കി എഴുതി വെക്കും കേട്ടോ. ഇനി മൈനസ് ആണ് ചെയ്യുന്നത്, അപ്പൊ 0 8 പോകില്ലാന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെടുക്കുന്നത് മനസ്സിലായി. അവിടെയും 0 ആണ്, ഇവിടുന്ന് കണ്ടെടുത്തു അല്ലെ? 7 ആൻഡ് ഇവിടേക്ക് വന്നപ്പോൾ 10 ആയി. ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ 10 എന്നാണല്ലോ കണ്ടെടുക്കുന്നത്. അപ്പൊ ഇവിടെ 9 ആയി അല്ലെ? 10 8 പോയാൽ 2, 9 5 പോയാൽ 4 അല്ലെ? 7 0 പോയാൽ 7,
5 0 പോയാൽ 5, then പോയിന്റ് 0ക്ക് 0. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 0.574. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പോയിന്റ് താഴെ പോയിന്റ് വരണം, മൈനസ് ചെയ്യുമ്പോഴും പ്ലസ് ചെയ്യുമ്പോഴും എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഒരു ദിവസം എന്തായിരുന്നു? 0.1 into 0.01 into 0.001 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക അല്ലെ? അപ്പൊ പോയിന്റ് ഒഴിവാക്കുമ്പോൾ ഇവിടെ 1, ഇവിടെയും 1, ഇവിടെയും 1. 1 into 1 into 1 എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലെ? ഇനി പോയിന്റ് എത്ര ഒഴിവാക്കി നോക്കിക്കേ. ഇവിടെ ഒരു പോയിന്റ് സ്ഥാനം ഒഴിവാക്കിണ്ടായിരുന്നു, ഇവിടെ 2 സ്ഥാനം ഒഴിവാക്കിണ്ടായിരുന്നു. അപ്പൊ 3 സ്ഥാനമായി മൊത്തത്തിൽ അല്ലെ? ഇവിടുത്തെ 1, ഇവിടുത്തെ 2 ചേർത്ത് 3 ഇവിടുത്തെ 3 കൂടെ ചേർക്കുമ്പോൾ 6 സ്ഥാനം തിരിച്ചിട്ട് കൊടുക്കണം അല്ലെ? പക്ഷെ ഇവിടെ ആകെ ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലെ? ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 5 എണ്ണത്തിന് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കാം? പൂജ്യങ്ങൾ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. 3, 4, 5. ഇപ്പൊ പോയിന്റ് ശേഷം 6 സ്ഥാനം ആയോ? 1, 2, 3, 4, 5, 6. 6 സ്ഥാനം ആയില്ലേ? ഇവിടുത്തെ ആൻസർ എത്രയാ? 0.000001 അല്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? ദാ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. സിമ്പിൾ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1/2 plus 1/4 plus 1/8 plus 1/16 plus x equal to 1. Then find the value of x. ഇത് ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ സ്ഥിരമായി നമുക്ക് ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഞാൻ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ചിലപ്പോൾ ഇത് നെറ്റ് എക്സാമിന് വന്നേക്കും. സോ അതുകൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ 1/2 പിന്നെ അതിന്റെ ഇരട്ടിയായിട്ടുള്ള 4, അതിന്റെ ഇരട്ടിയായിട്ടുള്ള 8, അതിന്റെ ഇരട്ടിയായിട്ടുള്ള 16 ഇങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ മുകളിലെല്ലാം സെയിം 1 തന്നെയാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം എക്സ് കൂട്ടിയപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വേറെ ഒന്നുമല്ല, ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന 1/16 ആണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ 1/16 എഴുതിയാൽ മതി. സോ 1/16 ആയിരിക്കും അല്ലേ? ഇതേ ചോദ്യം എങ്ങനെയാണെങ്കിലോ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര അങ്ങനെ ഒരു 1/64 വരെ പോവാണെന്ന് വിചാരിക്കാം. ഇരട്ടി തന്നെയാണ്. എന്നിട്ട് അതിന്റെ ഒപ്പം എന്തോ കൂട്ടിയപ്പോൾ 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും ആൻസർ? യെസ്, ഇവിടെ ലാസ്റ്റ് ആൻസർ ആയിട്ടുള്ള ഈ 1/64 എടുത്ത് എഴുതി വെച്ചാൽ മതി. അതായിരിക്കും അടുത്ത ആൻസർ. ക്ലിയർ ആണോ? യെസ്, ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. 2, 4, 8 2 വെച്ച് തുടങ്ങാം, 1/2 വെച്ച് തുടങ്ങാം, പിന്നെ 1/4 വരണം, 1/8. ശരിക്കും അതിന്റെ പകുതി എടുത്താൽ പോകുന്നത് കേട്ടോ. 1/2ന്റെ പകുതിയാണ് 1/4, അതിന്റെ പകുതിയാണ് 1/8, അതിന്റെ പകുതിയാണ് 1/16. ഞാൻ ഡിനോമിനേറ്ററിന്റെ കേസാണ് പറഞ്ഞത്, ഇരട്ടി വരണം എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 തുടങ്ങിയിട്ട് തന്നെ വരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്ലസ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എത്രയാണ് എക്സ് എന്ന് ചോദിച്ചാൽ 1/16. ഇവിടുത്തെ കേസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 1/64 ആദ്യത്തെ കേസിൽ 1/16 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ട്രിക്ക് ആണ്. ഓക്കെ, അപ്പൊ അതാ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അത് അങ്ങനെയായിരിക്കും ആൻസർ എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഒരു നമ്പർ വെച്ച് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ക്ലിയർ ആണല്ലോ? അത് എവിടെയാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചില കണക്കുകളൊക്കെ ചെയ്യും, നമുക്ക് വെട്ടി ചെറുതാക്കേണ്ടി വരും. അപ്പൊ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യയിലും താഴെ എഴുതിയിരിക്കുന്ന സംഖ്യയിലും എന്താണ് കോമൺ ആയിട്ട് പോവാ? അതിൽ 2 പോവോ, 4 പോവോ, 8 പോവോ, 3 പോവോ, 6 പോവോ, 9 പോവോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മെത്തേഡ്സ് ഒക്കെ ഉപകാരപ്പെടാം. ഓക്കെ, അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ ഡൗട്ട് ഉള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ടെസ്റ്റ് പേപ്പറുമായിട്ട് കണ്ടുമുട്ടും. അപ്പൊ ദൂരേക്കും താങ്ക് യു വെരി മച്ച്.